ഇന്നൊരു ചില്ലി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് വലിയൊരു സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ക്യാപ്സിക്കം. ഞാനിപ്പോൾ ഒരു 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അളവാണിത്. ചിക്കൻ കൂടുതലാണെങ്കിൽ അതനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ അളവ് കൂട്ടണം. ഇനി നമുക്ക് ആദ്യം വേണ്ടത് ചിക്കന് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ മൈദ, ഇത് രണ്ടും കൂടെ ഒരേ അളവിൽ ആഡ് ചെയ്യുക. അതിനുശേഷം 2 മുട്ട അതിലേക്ക് ആഡ് ചെയ്യണം. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഈ ഉപ്പെല്ലാം ഇതിൽ നന്നായി പിടിക്കണം. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ ഒരു രീതിയിൽ ഒന്ന് കലക്കി വെക്കണം. ഇനി നമുക്ക് ചിക്കന് എണ്ണയിൽ ഇട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതെ നോക്കണം. ഈ ഒരു രീതിയിൽ ഒന്ന് വറുത്തെടുത്താൽ മതി. പിന്നെ എണ്ണയിലേക്ക് നമ്മൾ സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് വാട്ടിയെടുക്കണം. കാരണം നമ്മൾ സാധാരണ ചില്ലി ചിക്കൻ കഴിക്കുമ്പം സവാളയൊക്കെ കടിക്കാറുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മളൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും എല്ലാം നമുക്ക് ഒന്നിച്ച് ഇടാം. ഇതൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ ക്യാപ്സിക്കം ഇടണം. ക്യാപ്സിക്കം ഒരുപാടൊന്നും വാടണ്ട, ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുത്തേക്കുക. അതിനുശേഷം നമുക്കിതിനേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ചില്ലി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ, സോയാ സോസ് 2 ടേബിൾ സ്പൂൺ, ഇത്രയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ചിക്കന് അതിലേക്ക് ഇടുക. ആ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് കോൺഫ്ലോർ കലക്കി വെച്ചത് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇത് വാങ്ങി വെക്കാം. ഇതാണ് ചില്ലി ചിക്കൻ. ഉണ്ടാക്കാത്തവരെല്ലാം ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ. താങ്ക് യു.